ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വാകത്താനം പള്ളി കൂദാശയോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന വർണ്ണശബളമായ റാലി പാത്താമുട്ടം ചാപ്പലിൽ നിന്ന് ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. മലങ്കര സഭയിൽ കാതോലിക്കേറ്റിന് നേതൃത്വം നൽകിയ പിതാക്കന്മാരുടെ സ്മരണ നിലനിർത്തുന്ന ആർച്ചുകളിലൂടെയാണ് ഈ ഘോഷയാത്ര വാകത്താനം സെന്റ് ജോൺസ് വലിയ പള്ളിയിലേക്ക് നീങ്ങുന്നത്. മലങ്കര സഭയിലെ പ്രഥമ പൗരസ്ത്യ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് പൗലൂസ് പ്രഥമൻ, ഈ നാട്ടുകാരൻ തന്നെയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ, പരിശുദ്ധ ഔഗേൻ പ്രഥമൻ, പരിശുദ്ധ മാർത്തോമ മാത്യൂസ് പ്രഥമൻ, പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ, പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ എന്നീ ബാവാമാരുടെ നാമങ്ങൾ അനശ്വരമാക്കുവാൻ തക്കവണ്ണം കമാനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ കമാനങ്ങൾക്ക് കീഴിലൂടെയാണ് ഇപ്പോൾ കാതോലിക്കേറ്റ് പുനഃസ്ഥാപന വിളംബര റാലി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന മനോഹരമായ വർണ്ണശബളമായ റാലി വാകത്താനം വലിയ പള്ളിയിലേക്ക് ഉടനെ എത്തിച്ചേരുന്നത്. ഈ ദേവാലയത്തിന്റെ കൂദാശയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമായിരുന്ന കാതോലിക്കേറ്റ് സ്ഥാപനത്തിന്റെ ശതാബ്ദി ഇവിടെ വിളംബരം ചെയ്യപ്പെടുന്നുവെന്നുള്ളത്. വർണ്ണശബളമായ റാലി ഉടൻ തന്നെ പുറപ്പെടുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഈ റാലി ഇവിടെ എത്തിച്ചേർന്നാൽ ഉടനെ അഭിവന്യ പിതാക്കന്മാരെ പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതായിരിക്കും. ഈ പള്ളി കൂദാശയ്ക്ക് നേതൃത്വം നൽകാനായി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ 10 പിതാക്കന്മാരിവിടെ എത്തിച്ചേരുന്നുണ്ട്. പരിശുദ്ധ വലിയ ബാവ ദിദിമോസ് പ്രഥമൻ ബാവ, ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ ബസേലിയോസ് പൗലൂസ് ദ്വിതീയൻ ബാവ തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിന്റെ അധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലീത്ത, കണ്ടനാട് ഭദ്രാസനാധിപനും സുന്നഹദോസിന്റെ സെക്രട്ടറിയുമായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് മെത്രാപ്പോലീത്ത, മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിവന്യ പൗലൂസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്ത, നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത, ഇടുക്കി ഭദ്രാസനാധിപൻ അഭിവന്യ മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപ്പോലീത്ത, UK യൂറോപ്പ് ഭദ്രാസനാധിപൻ അഭിവന്യ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത, മദ്രാസ് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പോലീത്ത, നിലയ്ക്കൽ മെത്രാപ്പോലീത്ത അഭിവന്യ ജോഷുവ മാർ നിക്കോദീമോസ് എന്നിവർ ഈ പള്ളി കൂദാശയിൽ പങ്കെടുക്കുന്നതാണ്. പിതാക്കന്മാരെ ശേഷം പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതാണ്. കാതോലിക്കേറ്റ് പുനഃസ്ഥാപനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച്
വിളംബര റാലിയായി വാകത്താനം പ്രദേശത്തെ മുഴുവൻ സൺഡേ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ വർണ്ണോജ്വലമായ ഘോഷയാത്രയാണ് ഉടൻ തന്നെ ആരംഭിക്കുവാൻ പോകുന്നത്. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്ന് ഉടൻ തന്നെ റാലി പുറപ്പെടും. ഈ റാലിയിൽ വാകത്താനം പ്രദേശത്തു നിന്നുള്ള എല്ലാ ദേവാലയങ്ങളിൽ നിന്നുമുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളുമെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാകത്താനം പ്രദേശത്തെ തലപ്പള്ളിയായ വാകത്താനം വലിയ പള്ളി, സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി സ്ഥാപിതമായിട്ട് 165 വർഷങ്ങൾ കഴിഞ്ഞു. നേരത്തെ പുതുപ്പള്ളി വലിയ പള്ളിയിൽ ഇടവക ചേർന്ന് നടന്നിരുന്ന ആളുകൾ വാകത്താനത്ത് സ്വന്തമായി ഒരു ദേവാലയം ഉണ്ടാവണമെന്നാഗ്രഹിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ രാജഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ദേവാലയ സ്ഥാപനം അന്നത്തെ ഭരണാധികാരികളുടെ അനുമതിയോടെ അംഗീകാരത്തോടെ മാത്രമേ സാധ്യമാവുമായിരുന്നുള്ളൂ. അങ്ങനെ പല വൈതരണികളും നേരിട്ട ശേഷമാണ് 165 കൊല്ലം മുമ്പ് ഈ ഇടവകയുടെ പൂർവികർ ഇവിടെ ഒരു ദേവാലയം സ്ഥാപിച്ചത്. ഈ ദേവാലയം വാകത്താനത്തെ പ്രഥമ ക്രൈസ്തവ ദേവാലയമായിരുന്നു. ഈ ദേവാലയത്തിൽ നിന്ന് പിരിഞ്ഞുപോയി സ്വതന്ത്ര ഇടവകകളായി മാറിയ 15ഓളം ഇടവകകൾ, ഓർത്തഡോക്സ് ഇടവകകൾ ഈ പ്രദേശത്തു നിന്നുണ്ട്. അവയുടെയെല്ലാം തലപ്പള്ളിയായി പ്രശോഭിക്കുന്ന വാകത്താനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി പുനർനിർമ്മിക്കപ്പെട്ട് ഇന്ന് കൂദാശയുടെ നിർവൃതി നിമിഷങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മിതിക്ക് ശേഷം ഇത് ദൈവത്തിനായി സമർപ്പിതമാകുമ്പോൾ ഒരു പ്രദേശത്തെ ജനതയുടെ മുഴുവൻ ആഗ്രഹാഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധ കാതോലിക്ക ബാവായും അഭിവന്യ പിതാക്കന്മാരും ഈ ദേവാലയ കൂദാശ ചടങ്ങിൽ സംബന്ധിക്കുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി നടക്കുന്നത് സൺഡേ സ്കൂൾ കുട്ടികളുടെ വർണ്ണശബളമായ റാലിയാണ്. മലങ്കര സഭയിൽ 1912 ആദ്യമായി കാതോലിക്കേറ്റ് പുനഃസ്ഥാപിതമായത്. സഭയ്ക്ക് സ്വന്തമായി സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും സംജാതമായത് 1912 ആ മംഗളവേളയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്കായി മലങ്കര സഭ ഒട്ടാകെ തയ്യാറാവുമ്പോൾ വാകത്താനത്തെ ജനങ്ങളതിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ പ്രൗഢ ദേവാലയത്തിന്റെ കൂദാശയോടനുബന്ധിച്ച് വർണ്ണശബളമായ ഒരു വിളംബര ഘോഷയാത്ര ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഈ സഭയെ 1912 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഇന്നയോളം നയിച്ചു നടത്തിയ ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന മനോഹരങ്ങളായ കവാടങ്ങൾക്ക് കീഴിലൂടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ അതിസുന്ദരമായ റാലി ഉടൻ തന്നെ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. എത്തിച്ചേർന്നാൽ ഉടനെ പരിശുദ്ധ കാതോലിക്ക ബാവായെയും അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിമാരെയും ദേവാലയത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. അതിനെ തുടർന്ന് സന്ധ്യാനമസ്കാരവും തുടർന്ന് ദേവാലയ കൂദാശയുടെ ആദ്യ ഭാഗവും നടത്തപ്പെടും. ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുവാനായിട്ട് ധാരാളം വിശ്വാസികൾ ഈ പ്രൗഢ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചകളാണ് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാത്താമുട്ടം പള്ളിക്കടവ് റോഡിലൂടെ പിതാക്കന്മാരും വൈദികരും നേതൃത്വം നൽകുന്ന വർണ്ണശബളമായ റാലി ഉടൻ തന്നെ പുറപ്പെടുകയാണ്. ഇന്ന് വാകത്താനം പ്രദേശത്തെ ആളുകൾക്കെല്ലാം മറ്റൊരു ഉത്സവ ദിനം കൂടി ലഭിച്ചിരിക്കുകയാണ്.
ഈ നാടും നാട്ടാരും ആവേശപൂർവം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ തലപ്പള്ളിയുടെ കൂദാശയും പ്രതിഷ്ഠയും. 165 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ വാകത്താനത്തെ പ്രഥമ ക്രൈസ്തവ ദേവാലയം പുതുക്കി പണിതതിനു ശേഷം ഇന്ന് ദൈവത്തിന് സമർപ്പിതമാകുന്നു. ഈ പ്രദേശത്തിനാകെ ഇന്ന് ഉത്സവമേളമാണ്. പൂർവ ദേവാലയത്തിന്റെ മനോഹാരിതയും പ്രൗഢിയുമെല്ലാം ഈ ദേവാലയം പുനർനിർമ്മിതമായി കൂദാശിയുടെ നിറവിൽ പ്രശോഭിക്കുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്.